CBSE 10ലെ മക്കൾക്ക് ഒരു അടിപൊളി സ്റ്റഡി ചലഞ്ചുമായിട്ടാണ് സാർ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ആദ്യം തന്നെ ഈ ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്യാൻ എത്ര പേര് റെഡിയാണെന്ന് താഴെ നിന്ന് കമന്റ് ചെയ്യുക. ഇപ്പൊ 9th പഠിക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളോടെ ആ ക്ലാസ് അപ്രോച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടത്ര മാർക്ക് കിട്ടാത്ത ഒരുപാട് പേരുണ്ടാവും. CBSE 10ൽ ആ ചരിത്രം ഇനി ആവർത്തിക്കാൻ പാടില്ല. നമ്മൾ പുതിയ വർഷം അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ത്രൂ ഔട്ട് ദിസ് ഇയർ എങ്ങനെ നമ്മൾ പഠിച്ചു തുടങ്ങണം, ഏത് രീതിയിൽ പഠിച്ചാലാണ് 95% എബോവിലേക്ക് നമ്മളെ എത്തിക്കാനായിട്ട് സാധിക്കുക, അതിന് സഹായിക്കുന്നത് എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് നിങ്ങൾക്കുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ എക്സാമിനർ ഫാമിലി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്, അത് ഈ വർഷം പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് സാർ അബൈ സാർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. സോ നിങ്ങൾ ചെയ്യേണ്ട അതേ ഒരു കാര്യം, ട്രസ്റ്റ് ചെയ്യുക, നമ്മളെ ട്രസ്റ്റ് ചെയ്യുക, ഓരോ ആഴ്ചകളിൽ വരുന്ന വീഡിയോസ് പ്രോപ്പർ ആയിട്ട് കാണുക, ലൈവുകൾ ഫോളോ ചെയ്യുക. അപ്പൊ എന്ത് സ്റ്റഡി ചലഞ്ച് ആയിരിക്കും ഇന്ന് നമ്മൾ തരാനായിട്ട് പോകുന്നുണ്ടാവുക. അപ്പൊ സ്റ്റഡി ചലഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു വീക്കിലേക്കുള്ള പ്ലാൻ നിങ്ങൾക്ക് മുന്നിൽ സാർ ഇപ്പോൾ പറഞ്ഞു തരും. ഇത് നിങ്ങൾ മക്കളെ എത്രത്തോളം ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്നുവോ അതിനെ തുടർന്നായിരിക്കും ഇനിയുള്ള ആഴ്ചകളിൽ ഈ വീഡിയോയ്ക്ക് വരുന്ന താഴെ വരുന്ന കമന്റ്സ് ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇനി നിങ്ങൾക്ക് ചലഞ്ച് വേണോ എന്ന് വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കുക. അപ്പോൾ ഈ ഒറ്റ വീഡിയോ നിങ്ങൾ ക്ലിക്ക് ആക്കേണ്ട കാര്യം, നിങ്ങളെ ഏറ്റെടുത്താൽ മാത്രമാണ് തുടർന്ന് നമ്മൾ വീഡിയോസ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു ആഴ്ചയിലെ പ്ലാൻ പറയാനായിട്ട് പോവാണ്. സോ ഈ വർഷം ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പ്ലാൻ ആണ്. ഇനിയിപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച ആയിട്ടുണ്ട്. ചൊവ്വാഴ്ച നിങ്ങൾക്കറിയാം ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്താണ്? ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. നമ്മുടെ ചാനലിലെ ദിൽഷാമിസ് അടിപൊളിയായിട്ട് ലൈവ് പോയിട്ടുണ്ട്. നമ്മുടെ CBSE 10ന്റെ ചാനലിൽ പോയി കഴിഞ്ഞാൽ ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ വൺ ഷോട്ട് ലൈവ്, 2.5 മണിക്കൂറിന്റെ വൺ ഷോട്ട് ലൈവ് നമ്മുടെ ചാനലിൽ പോയിട്ടുള്ളതാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഇന്നിരുന്ന് പഠിക്കുക. ആ ഒറ്റ വൺ ഷോട്ടിലൂടെ കംപ്ലീറ്റ് ചാപ്റ്റർ സെറ്റ് ആവും. നാളെ ഉണ്ടല്ലോ ബുധനാഴ്ച, ഈ ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്യാൻ പറ്റുമോ, റിവിഷൻ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പാണെങ്കിൽ മാത്രം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. ഒരാഴ്ച നമുക്ക് മെല്ലെ മെല്ലെ പഠിച്ചു പോവാം. മെല്ലെ മെല്ലെ പഠിച്ചു പോയാൽ തന്നെ നമുക്ക് ഹാപ്പി ആയിട്ട് ത്രൂ ഔട്ട് ഈ ഇയർ സെറ്റ് ആയിട്ട് പഠിക്കാം. അപ്പോൾ 2 ദിവസത്തെ നോക്കിയാലേ എന്താണ് ചൊവ്വാഴ്ച ചെയ്യേണ്ടത്, എന്താണ് ബുധനാഴ്ച ചെയ്യേണ്ടത് നോക്കിയാലേ. തേഴ്സ്ഡേ ഉണ്ടല്ലോ വ്യാഴാഴ്ച ബയോളജി ലൈഫ് പ്രോസസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഇന്ന് നമ്മുടെ ഒരു സംഭവം ഉണ്ട്, സർപ്രൈസ് സംഭവം ഉണ്ട്, ഞാൻ പറയാം. നാളെ നിങ്ങൾക്ക് അർച്ചന മിസ് വന്നിട്ട് ലൈഫ് പ്രോസസ് എന്നുള്ള ചാപ്റ്റർ വൺ ഷോട്ട് സെറ്റ് ആക്കി തരും. അതിനുശേഷം അപ്പൊ നമ്മൾ വ്യാഴാഴ്ച ലൈഫ് പ്രോസസ് സെറ്റായി പഠിക്കില്ലേ? സെറ്റല്ലേ? ഉറപ്പല്ലേ? അത് കഴിഞ്ഞാൽ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് അത് റിവൈസ് ചെയ്യേണ്ടി വരും. അത് നിങ്ങൾ ഫ്രൈഡേ ചെയ്താൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അടിപൊളിയായിട്ട് സമയമുണ്ട്. സമയം കണ്ടെത്തിയിട്ട് മെല്ലെ മെല്ലെ വർക്ക് ചെയ്താൽ മതി. എക്സാമിന്റെ സമയത്ത് ഇത്രത്തോളം സമയം കിട്ടിയെന്ന് വരില്ല. അപ്പൊ ഈ ചാപ്റ്റർ തറവായിട്ട് കൃത്യമായിട്ട് പഠിക്കാനുള്ള സമയമാണിത്. സമയം, ടൈം ഈസ് മണി എന്നാണ്, വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ വർഷം നല്ലൊരു മാർക്ക് അടിച്ചെടുക്കാൻ പറ്റുള്ളൂ. സാറ്റർഡേ കിങ് സബ്ജക്ട് മാത്സ്, റിയൽ നമ്പേഴ്സ് ഉള്ള ചാപ്റ്റർ നിങ്ങൾക്ക് ചാനലിൽ ലൈവായിട്ട് വരുന്നതായിരിക്കും. മാഗമിസ് അടിപൊളിയായിട്ട് എടുത്തുതരും. റിവിഷൻ ചെയ്യേണ്ടത് സൺഡേ ആണ്. ഈ ഒറ്റ ആഴ്ചയിൽ നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ മക്കളെ, നിങ്ങൾ വിചാരിക്കാത്ത മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. നമ്മൾ ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ അല്ലെങ്കിൽ സിലബസ് മൊത്തം പഠിക്കാൻ പറ്റുമോ? യാതൊരു പോസിബിൾ അല്ല, നമുക്കറിയാം, എളുപ്പമല്ല. പക്ഷെ ഒരാഴ്ചയിലേക്ക് 2 ദിവസം 3 ദിവസത്തേക്കുള്ളത് നമുക്ക് പ്ലാൻ ചെയ്ത്, എതപ്പണ്ണാലും പ്ലാൻ പണം എല്ലാവരും പറഞ്ഞിട്ടുള്ളത്, അതുപോലെ നമുക്ക് കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. മാത്രമല്ല നമ്മുടെ ബാച്ചിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും എങ്ങനെയായിരിക്കും ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക തുടങ്ങിയ കാര്യങ്ങൾ, ഓരോ സബ്ജക്റ്റും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് തരാൻ നമ്മുടെ എക്സാമിനർ ഫാമിലി ഇന്ന് വരുന്നുണ്ട്. കൃത്യം 7 മണിക്ക് ഒരു അൾട്ടിമേറ്റ് സ്റ്റഡി പ്ലാനുമായിട്ട്. അപ്പൊ എല്ലാ മക്കളും കൃത്യസമയത്താണ് നമ്മുടെ ചാനലിലേക്ക് വരിക. അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു വർഷം CBSE 10ൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് നമ്മൾ എക്സാമിനർ ഫാമിലി പ്ലാൻ ചെയ്യുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഒരു ലൈവിലൂടെ അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്യാം. സമയം മറക്കണ്ട, 7 മണി. അതുപോലെ നമ്മുടെ CBSE 10ലെ ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സ്വന്തം ലക്ഷ്യ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഒരുപാട് ഫീച്ചേഴ്സ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അടിപൊളിയായിട്ട് നിങ്ങളുടെ അക്കാദമിക്സ് അടിപൊളിയാക്കാനുള്ള എല്ലാ ഫീച്ചേഴ്സും നമ്മുടെ ഭാഗത്തുണ്ട്. അതിപ്പോൾ റെക്കോർഡർ ലേണിംഗ് വീഡിയോസ് ആയിക്കോട്ടെ, PDF ക്ലാസ് നോട്ട്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ. ഓരോ ക്വസ്റ്റ്യൻസും അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. അതുകൂടി ആലോചിച്ചിട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത മക്കൾ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. അതുപോലെ 7 മണിയുടെ സ്റ്റഡി പ്ലാന്റെ കാര്യം മറക്കണ്ട. നമുക്ക് കൃത്യം 7 മണിക്ക് ഇന്ന് ലൈവിൽ കാണാം.